ഞങ്ങളുടെ അണിയക്കാരൻ മീൻ നോക്കി നിൽക്കുകയാണ്. എന്തായാലും ഞങ്ങൾക്കും ഒരു വല കോരാൻ പറ്റി. മത്തിക്കാണ് ഞങ്ങൾ വല കോരിയത്. നമ്മൾ വല കോരാൻ പോവുകയാണ്. കണ്ടോ, അങ്ങനെ ഞങ്ങൾ മത്തിക്ക് വല കോരി. ഞങ്ങൾക്കും കുറച്ച് മത്തിയൊക്കെ കിട്ടി. വല ഇറങ്ങിപ്പോകുന്നതാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ റിങ്ങി കാല് വിടുന്ന ഭാഗമാണ്. അപ്പോൾ ആ സ്ഥലത്ത് നിന്നുകൊണ്ട് നമ്മുടെ ഒരു ചേട്ടൻ പറയുന്നുണ്ട് അവിടെ മീനുണ്ട്, കറക്റ്റ് വരാൻ പറയുന്നതാണ്. ആ കൂട്ടത്തിൽ തന്നെ നമ്മുടെ ഓപ്പോസിറ്റ് നിൽക്കുന്ന വള്ളക്കാരും വല കോരുന്നുണ്ട് മത്തിക്ക്. എല്ലാ വള്ളക്കാരും ഓടി വരുന്നതുകൊണ്ട് നമ്മുടെ വല കോരി കണ്ടിട്ട് ഞങ്ങൾ വന്ന 2 വള്ളക്കാർക്ക് വല കോരാൻ പറ്റി. നമുക്ക് കിട്ടിയ മത്തിയിൽ നിന്ന് കുറച്ച് കറിക്കെടുത്ത് നമ്മളത് വെട്ടി കഴുകിയെടുക്കുകയാണ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ സ്പെഷ്യൽ എന്ന് പറയുമ്പോഴത്തേക്കും മത്തി ചമ്മന്തിയാണ് നമ്മളുണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ അതിനുവേണ്ടി മീനെല്ലാം കഴുകി റെഡിയാക്കി എടുത്തിരിക്കുകയാണ്. കഴുകിയെടുത്തുകൊണ്ടിരിക്കുന്നു. അതിനുവേണ്ടി നമ്മൾ ആദ്യം തന്നെ ചെയ്യുന്നത് ഈ മത്തി പുഴുങ്ങിയെടുക്കണം. പുഴുങ്ങിയെടുക്കാൻ വേണ്ടി കുറച്ച് പുളിയും ഇച്ചിരി ഉപ്പും മഞ്ഞപ്പൊടിയും കൂടെ ഇട്ടിട്ട് നമ്മൾ മത്തി പുഴുങ്ങിയെടുക്കുകയാണ് ചെയ്യുന്നത്. എന്നിട്ടാണ് ആ മത്തി മുള്ളിൽ നിന്ന് വേർതിരിച്ചെടുക്കും. നമ്മൾ ഉള്ളിയൊക്കെ അരിഞ്ഞ് റെഡിയാക്കി വെച്ചിരിക്കുന്നുണ്ട് ആ കൂട്ടത്തിൽ. കണ്ട, നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, അതുപോലെ തന്നെ ആ മുള്ളെല്ലാം ഇളക്കി മാറ്റി മത്തിയുടെ മാംസം മാത്രം എടുത്തെടുക്കുക. ഒരാളല്ല, ഞങ്ങളെല്ലാവരും കൂടെ കയറിയിരുന്നത്. അപ്പോൾ മാക്സിമം കുറേ ആൾക്കാർ ഇതിനു വേണ്ടി മാറും. അങ്ങനെ മത്തിയെല്ലാം ഇളക്കി എടുക്കുന്നുണ്ട്. ഓരോരുത്തർ പാത്രത്തിലിട്ട് മാറ്റി അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുത്ത് ഇളക്കി എടുക്കുകയാണ് ചെയ്യുന്നത്. അതിനിടയ്ക്ക് നമ്മുടെ അടുക്കളയ്ക്കകത്ത് കിച്ചൻ്റെ അകത്ത് വേറെ പരിപാടി നടക്കുന്നുണ്ട്. കറി വയ്ക്കാൻ വേണ്ടി എണ്ണ ചൂടാക്കുന്നു. എണ്ണ ചൂടാക്കിയിട്ട് നമ്മൾ കടുകിട്ട് പൊട്ടിക്കാനുള്ള പരിപാടിയൊക്കെ നടക്കുന്നുണ്ട്. ഉള്ളി, വെളുത്തുള്ളിയും മുളകും എല്ലാം കൂടി ഇട്ടിട്ടുണ്ട്. ഇഞ്ചിയും ഇട്ടിട്ടുണ്ട്. പിന്നെ സവാള ഇട്ട് അങ്ങനെ കറിയുടെ പരിപാടിയും നടക്കുന്നുണ്ട്. പിന്നെ അതെല്ലാം കൂടെ ഒന്ന് വാട്ടിയെടുക്കണം ആദ്യം. എന്ന് പറയുമ്പോൾ വെളുത്തുള്ളി, ഇഞ്ചി, കടുക് ഇതെല്ലാം ഇട്ട് വാട്ടിയെടുക്കണം. നമ്മുടെ ഇളക്കി വെച്ചിരിക്കുന്ന മത്തിയാണ് കാണുന്നത്. എന്ന് പറയുന്നത് ഇത് മാംസം മാത്രമേ ഉള്ളൂ, മുള്ളെല്ലാം മാറ്റിക്കഴിഞ്ഞിട്ടുണ്ട്. ഇതിൻ്റെ കൂടെ തന്നെ നമ്മൾ കോരിയ വലയ്ക്കകത്തുള്ള ഡാമേജ് ആയിട്ടുള്ള കുറച്ച് കീറിയ ഭാഗങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ നമ്മുടെ മുതിർന്ന ചേട്ടന്മാരിരുന്ന് വല അടച്ച് മാറ്റുന്നുണ്ട്. ഒരു വല അടച്ച് തീരുമ്പോഴത്തേക്ക് നമ്മൾ കറിയും റെഡിയാക്കി എടുക്കും. അങ്ങനെ നമ്മുടെ ചമ്മന്തി പരിപാടി നടന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ വാട്ടിയെടുത്ത ഉള്ളിക്കകത്ത് തക്കാളിയും കൂടി ഇട്ട് ഇളക്കിയെടുക്കുകയാണ്. നമ്മൾ മുളക് പൊടി ഇടുന്നുണ്ട്. അതുകൂടാണ്ട് ഇതിനകത്ത് കുരുമുളക് പൊടി, പിന്നെ മല്ലിപ്പൊടിയും കുറച്ച് ഉപയോഗിക്കുന്നുണ്ട് കേട്ടോ. ഇപ്പോൾ ഇടുന്ന കുരുമുളക് പൊടിയാണ്. അതുകൂടെ കുറച്ച് മല്ലിപ്പൊടി ഉപയോഗിക്കുന്നുണ്ട്. അതെല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. ഈ ഇളക്കിൻ്റെ അകത്താണ് ഏറ്റവും വലിയ ഹൈലൈറ്റ് ഇരിക്കുന്നത്. എന്നിട്ട് ഇതിൻ്റെ അകത്ത് നമ്മൾ ഇളക്കി വെച്ച മത്തികളെല്ലാം അതിനകത്തിട്ട് മത്തിയുടെ മാംസമെല്ലാം അതിനകത്തിട്ട് ഇനിയൊരു ഇളക്കുണ്ട്. അത് ഞങ്ങളുടെ വിജേഷ് ചേട്ടൻ നിന്ന് നന്നായിട്ട് ഇളക്കി മറിക്കുക. അതിലാണ് ഈ ചമ്മന്തി നല്ല ടേസ്റ്റ് ആകുന്നത്. അരപ്പോട്ടൊക്കെ പെരണ്ട് വരാൻ വേണ്ടി ഇപ്പോൾ കണ്ടാൽ മനസ്സിലാകും. കണ്ടോ, കുറച്ച് മത്തിക്കകത്ത് അരപ്പ് പെരണ്ടിട്ടില്ല. എന്താ പറയുക, ഈ ഉള്ളിയും മുളകൊന്നും പിടിച്ചിട്ടില്ല. ഇനി നന്നായിട്ട് വെന്ത് കഴിയുമ്പോൾ നമുക്കിത് മനസ്സിലാവും. അങ്ങനെ ഏകദേശം നമ്മുടെ മത്തിച്ചമ്മന്തി ശരിയായി കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ മത്തിച്ചമ്മന്തിയുടെ പണിയെല്ലാം കഴിഞ്ഞു. ഇനി നമുക്കിത് കഴിക്കാം. ചോറ് നേരത്തെ വേവിച്ച് വെച്ചിട്ടുണ്ട്. എങ്ങനെയുണ്ട് നമ്മുടെ വീഡിയോ? എല്ലാവരും വന്ന് പരിപാടിയായിട്ട് നിന്ന് ചോറ് മേടിച്ചുകൊണ്ട് പോയി കിട്ടുന്ന സ്ഥലങ്ങളിലൊക്കെ ഇരുന്ന് കഴിക്കുകയാണ്. ഒരാളുടെ അഭിപ്രായം നമുക്ക് കേൾക്കാം.